ഇന്ന് നമ്മള് കെറ്റില് ഒരു മോമോസ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഈ ഒരു മൈദയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ആ മൈദയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് മാറ്റി വെക്കണേ. അതൊരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിന് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മൾ കെറ്റിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. അതൊന്ന് സെറ്റ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. ഞാൻ ഇവിടെ എഗ് മോമോസ് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മുട്ട ചിക്കി പോലെ ഒക്കെ ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇത് നമ്മൾ കയ്യിൽ ഇത്തിരി എണ്ണ ആക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാവേ. ഇതിന് നമ്മുടെ കയ്യിൽ ചപ്പാത്തി പലകൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ പരത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ കെറ്റിലായതുകൊണ്ട് ഒരു 15 മിനിറ്റ് ആണ് കേട്ടോ സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മോമോസ് ഒക്കെ കടയിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കണേ. പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ കെറ്റിൽ ഉണ്ടാക്കിയതാന്ന് പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി. ഇനിയിപ്പോ മോമോസ് ഉണ്ടാക്കാൻ അത്ര വലിയ പാടാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കുന്നു വേണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ.